Hello. Hi. So you're in Dubai now, Yep. and ദുബായിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ദുബായ് അങ്ങനെയില്ല, നല്ല രസമുള്ള കൺട്രിയാണ്, ബ്യൂട്ടിഫുൾ കൺട്രിയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കൺട്രിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായത്? ഇവിടെ ഇങ്ങനെ നല്ല പ്രോഗ്രാംസ് അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ വലിയ കൺട്രീസിനെക്കാട്ടും നല്ല പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കേൾക്കാറുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ദുബായിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒറ്റൊരു കാരണമാണ് ബുർജ് ഖലീഫ. പിന്നെന്താ വെച്ചാൽ പിന്നെ ഇവിടുത്തെ അങ്ങനത്തെ ഫുഡ് ഷോപ്സ്, അവിടുത്തെ ഫുഡ് അതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇനി എപ്പോഴാ ദുബായിക്ക് തിരിച്ചു വരാൻ പ്ലാൻ ഉണ്ടോ? തിരിച്ചു വരാൻ പ്ലാൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഞാനങ്ങനെ പ്ലാൻ വെക്കുന്നില്ല. തിരിച്ചു വരണമെങ്കിൽ ഇനിയും നമ്മൾ 11 days ഇവിടെ അല്ലേ. അപ്പോൾ തിരിച്ചു വരണമെങ്കിൽ കുറച്ച് മാസം എടുക്കും. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എൻ്റെ ലൈഫിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് യൂട്യൂബർ ആണെന്നാണ്. അതെന്തിനാ? എന്താ വെച്ചാൽ യൂട്യൂബറായ ഫേമസ് ആവാൻ പറ്റും, പിന്നെ പ്ലേ ബട്ടൺ കിട്ടും, ഇതെല്ലാം കിട്ടും. എന്തിനാ ഒരാൾ ഫേമസ് ആകുന്നത്? അങ്ങനെ ഫേമസ് ആയ അങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവും, ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. സാധാരണ ഫേമസ് അല്ലാത്ത കുറേ പേർക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല. ഫേമസ് ഉള്ള ആൾക്കാർക്കാണ് ഏറ്റവും ഫ്രണ്ട്സ് ഉള്ളത്. പിന്നെ വേറെ ജോലിയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല വലുതായിട്ട്? ഞാനതിന് 3 എത്തിയുള്ളൂ. ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഏതോ ഷോപ്പുണ്ട്, അവിടെ നിന്ന് അവൻ സ്വന്തം ഉണ്ടാക്കുന്നുണ്ട്. ഞാനും ഓനും പിന്നെ നമ്മൾ 2 ഫ്രണ്ട്സും കൂടി നോക്കുന്നുണ്ട് നമുക്കൊരു ഓർഡറിങ്ങിൻ്റെ ഇത് ചെയ്യാനൊന്ന്. അങ്ങനെ നമ്മളെ സ്കൂളിലൊക്കെ ഡെലിവറി അങ്ങനെ ഫുഡില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്. പൈസ ഉണ്ടാവേണ്ട അവൻ്റെ അച്ഛൻ്റെ ഷോപ്പിൽ നിന്നാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ്റെ വീട് നിന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങളെ പരിപാടി എന്താ? അവിടുന്ന് ഫുഡ് എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കും? അവൻ ചിലപ്പം അവൻ്റെ അച്ഛൻ്റെ കൂടെ ഡെലിവറി ചെയ്യും, പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും. വിത്തൗട്ട് മണി? എന്ത് പണി? പൈസ കൊടുക്കണ്ടേ ആൾക്കാർക്ക്? പാവപ്പെട്ട ആൾക്കാർക്ക് പൈസ ഇല്ലെങ്കിലോ? പൈസ ഇല്ലയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് കൊടുത്തിട്ട് അവൾക്ക് വെള്ളമാണെന്ന് വെച്ചാൽ ഒരു വലിയ പാക്കറ്റ് വെള്ളം കൊടുക്കുക, പൈസ കൊടുക്കണ്ട. കുറേ വലിയ ലഗേജ് വെള്ളം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് വെള്ളം മേടിക്കൂലേ, അപ്പോൾ ഓരോ പൈസ കൊടുക്കൂലേ, നമ്മൾ കൊടുക്കുന്നതിന് പകരം വേറെ ആൾക്കാർ കൊടുക്കും. വെള്ളം മേടിക്കുന്നു, ആ പോറ ആൾ വെള്ളം വെക്കും. നമ്മൾ ഒരിക്കൽ വെള്ളം കൊടുത്തിട്ട് ആ പോറ ആൾ വെള്ളം വെക്കും. അപ്പോൾ വെള്ളം വെക്കുമ്പോൾ ഇങ്ങനത്തെ കസ്റ്റമേഴ്സൊക്കെ പൈസ കൊടുക്കൂലേ, അങ്ങനെയാണ് നമുക്ക് തീരുമാനിക്കുന്നത്. ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം, സെക്കൻഡ് ആഗ്രഹമാണ്, ഒരു ഗെയിമിംഗ് സിസ്റ്റം വേണം എന്നാണ്. ലൈഫിൽ ഏറ്റവും പേടി എന്തിനാ? റോളർ കോസ്റ്റർ, വാട്ടർ സ്ലൈഡ്സ് അങ്ങനത്തെ ഒക്കെ പേടിയാ. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്? മൈ ഫേവറേറ്റ് ഫുഡ് ഇസ് പിസ്സ. ഏറ്റവും ഫേവറേറ്റ് ആളാരാ ലൈഫിൽ? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആൾ അങ്ങനെ ഫുട്ബോൾ പ്ലെയറാ? ഐ ഡോണ്ട് നോ. യുവർ മോസ്റ്റ് ഫേവറേറ്റ് ആൾ ഫാമിലിയിൽ, ലൈഫിൽ? എൻ്റെ മൊത്തം ലൈഫിൽ ഏറ്റവും ഫേവറേറ്റ്, അതിലും വലിയൊരു ഫേവറേറ്റ് ഇല്ല. ഏറ്റവും ഫേവറേറ്റ് ഫസ്റ്റ് എൻ്റെ പാരൻസ്, പിന്നെ എൻ്റെ പാരൻസ് എന്ന് വെച്ചാൽ അതിൽ എൻ്റെ അനിയനെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ എൻ്റെ കസിൻസ് അങ്ങനെ കിച്ചു, ആദം, അർമാൻ, നൈറ, ഓലൊക്കെ. പിന്നെ എൻ്റെ ഉമ്മ, എൻ്റെ പപ്പാൻ്റെ അനിയത്തി, പിന്നെ
പിന്നെ എനിക്ക് ഒരു കസിനും കൂടി ഉണ്ട്, തക്കു. എൻ്റെ പപ്പൻ്റെ ഫാമിലിയിലുള്ള എല്ലാ കസിൻസും ഈ എൻ്റെ പള്ളിയാൽ ഫാമിലിയിൽ ഇൻക്ലൂഡിങ് ആണ്. പിന്നെ എൻ്റെ കുരുടങ്കണ്ടി ഫാമിലിയിലുള്ള കസിൻസും പള്ളിയാൽ ഫാമിലിയിൽ ഇൻക്ലൂഡാണ്. ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് എന്ന് വെച്ചാൽ വിംപി കിഡ് ദ നോവൽ. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എൻ്റെ കയ്യിലുണ്ട്. ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് എന്താ? ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് മലയാളം. വൈ? എന്താ വെച്ചാൽ അതിലുള്ള ലെറ്റേഴ്സ് ഇതൊന്നും എനിക്ക് അത്ര പിടിക്കുന്നില്ല. എനിക്ക് എഴുതാൻ ടഫ് ആയതുകൊണ്ട് എനിക്ക് അതൊന്നും ഇപ്പോൾ മനസ്സിലായി നല്ല മര്യാദയ്ക്ക്. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്താ? മാത്തമാറ്റിക്സ്. ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ഏത് ടീച്ചറാണ്? സ്കൂളാ? സ്കൂളിലാണോ? എന്തിൻ്റെ ടീച്ചറാണ്? ടീച്ചർ രാധിക മാം. മാത്സാ? അല്ല, 2 ടീച്ചറുണ്ട്, രാധിക മാമും പിന്നെ ആതിര മാം. ആതിര മാത്തമാറ്റിക്സ്, രാധിക EVS മാം. ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ഏതാ? ഏറ്റവും ക്ലോസ് ഫ്രണ്ട് എന്ന് വെച്ചാൽ 3 എണ്ണം ഉണ്ട്. എഡ്വിൻ, അയാൻ, നവനീത്. ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? ഞാൻ ഗേൾ ഫ്രണ്ട്സ് അത്ര ഇല്ല. ഇല്ലേ? ശരി. ഏറ്റവും ഇഷ്ടമുള്ള സിനിമ നടനേതാ? ഉണ്ണിമുകുന്ദൻ. മൈ ഗോഡ്, മാർക്കോ അല്ലേ? ഭയങ്കര വയലൻസ് ഉള്ള പടമല്ലേ? വയലൻസ് ഇഷ്ടം? എന്താ വയലൻസ് എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഭയങ്കര വയലൻസ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ നിനക്ക് ഒരാളെ ഭയങ്കര വയലൻ്റ് ആയിട്ട് അയാൾക്ക് സങ്കടം വരില്ല, അയാൾക്ക് വേദനയാകുമ്പോൾ സങ്കടം വരില്ല? പിന്നെ ഇപ്പോൾ മാർക്കോയിലൊക്കെ കുറേ വില്ലന്മാരുണ്ട്. അല്ല, ഏറ്റവും മെയിനാണ് ഫസ്റ്റ് നമ്മൾ സൈറസ് ആണ് മെയിൻ. മൈ ക്വസ്റ്റ്യൻ ഈസ്, വയലൻസ് ഉണ്ടാകുമ്പോൾ മറ്റാൾക്ക് വേദന ആവില്ലേ? ഒരാൾക്ക് വയലൻസ് കളിക്കുമ്പോൾ മറ്റാൾക്ക് വേദന ആവില്ലേ? അപ്പം നിനക്ക് വയലൻസ് വേദനയാവുന്ന ആളോടാണോ ഇഷ്ടം അല്ലെങ്കിൽ വേദന ആക്കുന്ന ആളോടാണോ ഇഷ്ടം? മൂവിയിൽ അത്ര വേദന ഉണ്ടാവില്ലല്ലോ. മൂവിയിൽ വേദന ഉണ്ടാവില്ലല്ലോ. റിയൽ ലൈഫിൽ അങ്ങനെ വയലൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ റിയൽ ലൈഫിലെ വയലൻസിനോട് ഇഷ്ടമില്ല, മൂവിയിലെ വയലൻസിനോട് ഇഷ്ടം? മൂവിയിൽ വയലൻസ് മാത്രമേ ഇഷ്ടമുള്ളൂ, റിയൽ ലൈഫ് വയലൻസ് ഇഷ്ടമല്ല. റിയൽ ലൈഫിൽ വയലൻസ് കാണിക്കാൻ താല്പര്യമില്ല. ഓക്കെ. റിയൽ ലൈഫിൽ എന്താ ഏറ്റവും ഇഷ്ടം? ലൈഫിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് എൻ്റെ ഫാമിലീനെ, ഫുൾ ഫാമിലി എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു നല്ല ട്രിപ്പ് പോകാൻ. എവിടെ? ഇങ്ങനെ ഒമാൻ, മലേഷ്യ അങ്ങനത്തെ സ്ഥലത്തൊക്കെ. നിങ്ങൾക്ക് 1,00,000 ഉറുപ്പ്യ ഇപ്പോൾ കിട്ടിയാൽ എന്താ ചെയ്യുക? ഞാൻ പോയ ആൾക്കാർക്ക് കുറച്ച് പൈസ സേവ് ചെയ്യും. ബാക്കിയുള്ള പൈസ വെച്ചിട്ട് ഞാൻ കസിൻസ്, മറ്റേ എൻ്റെ വേറെ ഫാമിലിയിലുള്ള കസിൻസിനൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ എനിക്കെന്ത് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് ഷൂസ് മേടിക്കും. പപ്പക്കും ഉമ്മയ്ക്കും ഇത് മേടിച്ചു കൊടുക്കും. പപ്പക്ക് ടീഷർട്ടും പാൻറ്റും, ഉമ്മയ്ക്ക് ടോപ്പ്. പിന്നെ കുറേ ഉണ്ട് ബാക്കിയുള്ള ഇങ്ങനത്തെ പള്ളിയാൽ ഫാമിലിയിലും കുരുടങ്കണ്ടി ഫാമിലിയിലും സ്പെൻഡ് ചെയ്യും. നല്ലത് ആയിട്ട്. ലൈഫിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം അങ്ങനെയൊന്നുമില്ല. ഒട്ടും ഇഷ്ടമില്ലാന്ന് വെച്ചാൽ അങ്ങനെ ചാലഞ്ച് ഇല്ലേ, അതൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത്. എന്ത് ചാലഞ്ച്? എല്ലാ ചാലഞ്ചും എനിക്ക് തീരെ ഇഷ്ടമല്ല. ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയല്ല? എനിക്ക് അത്ര റെഡിയല്ല. ഞാൻ റെഡിയാണ്, എന്തിന്? പക്ഷെ എല്ലാത്തിലും മറ്റേ നമ്മളെ ഇതുണ്ട്, ഇത് പേര് ഓർമ്മയില്ല, ഫ്രോഗ് ജമ്പിങ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ചാലഞ്ച് മര്യാദയ്ക്ക് കളിക്കാൻ. ബാക്കിയുള്ള ഒരു ചാലഞ്ചിലും ഞാൻ ഭയങ്കര പൊട്ടയാണ്. എനിക്ക് തീരെ എനിക്ക് അറിയില്ല.
അപ്പോൾ താങ്ക് യു വെരി മച്ച്.